ഡോക്ടർ അൻഷു. ഉറക്ക പ്രശ്നങ്ങൾ പലപ്പോഴും വളരെ ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നങ്ങളായി മാറാറുണ്ട്. അത്തരത്തിലൊരു ഉറക്ക പ്രശ്നമാണ് കൂർക്കം വലി. ആയുർവേദ ആചാര്യനായ ബാഗ്പടൻ പറഞ്ഞ ഒരു കോട്ടുണ്ട്, നിദ്രായത്തം സുഖം ദുഃഖം. അതായത് നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും നമ്മുടെ ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. ശരിയല്ലേ? നല്ലൊരു ഉറക്കം രാത്രി കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വളരെ എനർജിയോട് കൂടിയായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. അന്നത്തെ ദിവസം വളരെ നല്ല പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. നേരെ മറിച്ച് വളരെ ക്ഷീണമായി അല്ലെങ്കിൽ ഉറക്കം ഒട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വളരെ മോശമായ ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അത് നെഗറ്റീവായി മാറും, അല്ലെങ്കിൽ നമുക്ക് വളരെ ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്താൽ അത് ശരിയായി വരത്തില്ല. ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തലേന്ന് രാത്രി കിട്ടിയ ഉറക്കത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ കൂർക്കം വലി കാരണം ഉറക്കം നഷ്ടപ്പെട്ടാലോ അന്നത്തെ ദിവസം ആകെ കുളമായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്താണ് കൂർക്കം വലി, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൂർക്കം വലി വരുന്നത്, നമുക്ക് നാച്ചുറൽ ആയി കൂർക്കം വലി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കൂർക്കം വലി ഉണ്ടാവുന്നത്? നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് വായു കടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടാകുന്നത് കൊണ്ടാണ് കൂർക്കം വലി അനുഭവപ്പെടുന്നത്. അതായത് നമ്മുടെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള ടിഷ്യൂകളിലും മസിലുകളിലും ഉണ്ടാവുന്ന വൈബ്രേഷൻ കൊണ്ടാണ് കൂർക്കം വലി ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൂർക്കം വലി ഉണ്ടാവുന്നത്? പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂക്കടപ്പും ജലദോഷവും. കുട്ടികളിൽ കൂർക്കം വലി കാണുന്നത് മൂക്കടപ്പും ജലദോഷവും കൊണ്ടാണ്. മുതിർന്നവരിലായാലും കുട്ടികളിലായാലും ജലദോഷം ഉണ്ടാകുന്ന സമയത്ത് മൂക്കിനകത്ത് ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും ഈ ഇൻഫ്ലമേഷൻ കാരണം നേസൽ പാസേജ്, അതായത് നമ്മുടെ വായു കടന്നു പോകുന്ന വഴി ഇടുങ്ങുകയും ശ്വാസതടസ്സം നേരിടുകയും ചെയ്യും. ഇത് കാരണമാണ് ഉറങ്ങുന്ന സമയത്ത് കൂർക്കം വലി ഉണ്ടാകുന്നത്. മറ്റൊരു കാരണമാണ് ചെറുനാവ്. ചില ആളുകളിൽ ചെറുനാവിന് നീളം കൂടുതലായിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ത്രോട്ടിന് ചുറ്റുമുള്ള മസിൽസ്, അതായത് നമ്മുടെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, അതുപോലെ തന്നെ നമ്മുടെ നാവ്, ചെറുനാവ്, ഇതെല്ലാം വളരെ റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നാവാണെങ്കിലും നമ്മുടെ മസിൽസ് ആണെങ്കിലും വളരെ റിജിഡ്, സ്ട്രോങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് വളരെ കുഴഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കിടക്കുന്ന സമയത്ത്, അതായത് നമ്മൾ മലർന്ന് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസ് ആണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു വീണ് കിടക്കും. അപ്പൊ നമ്മുടെ എയർ വേക്ക്, അതായത് വായു കടന്നു പോകുന്ന ഉണ്ടാവുകയും കൂർക്കം വലി ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ എയർവേ പാസേജിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ശരിയായ രീതിയിൽ ടിഷ്യൂസിലും ബ്രെയിനിലും എത്തുന്നത് കുറയും. ഇത് കാരണമാണ് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത്. കാരണം അവരുടെ ബ്രെയിനിലേക്ക് ഓക്സിജൻ സപ്ലൈ കുറയുന്നത് കൊണ്ടാണ്. മറ്റൊരു കാരണമാണ് മൂക്കിലെ പാലത്തിന്, നേസൽ ബ്രിഡ്ജിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ടോൺസിലൈറ്റിസ്. ടോൺസിൽസിന് ഇൻഫെക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ശ്വാസനാളം ഇടുങ്ങുകയും ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി സംഭവിക്കുകയും ചെയ്യും. അതായത് ഉറങ്ങുന്ന സമയത്ത് ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും കൂർക്കം വലി അനുഭവപ്പെടുകയും ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഒബീസിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോൾ. കൂർക്കം വലിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് അമിതവണ്ണം. അമിതവണ്ണമുള്ള ഒരാളുടെ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസിലും ടിഷ്യൂസിലും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും. ഇത് കാരണവും ശ്വാസനാളം ഇടുങ്ങുകയും രാത്രി ഉറങ്ങുന്ന സമയത്ത് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ടാണ് അമിതവണ്ണമുള്ള ആളുകൾ കൂർക്കം വലി അനുഭവപ്പെടുന്നത്. മറ്റു കാരണങ്ങളാണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ. അമിതമായി മദ്യപാനവും പുകവലിയുമുള്ള ആളുകളിൽ അവരുടെ ശ്വാസനാളം ഇടുങ്ങിയിരിക്കും. ഉറങ്ങുന്ന സമയത്ത് തൊണ്ടയുടെ ചുറ്റുമുള്ള മസിൽസിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും അത് റിലാക്സ്ഡ് ആയി വീഴുകയും ചെയ്യും. ഇതുവഴി ശ്വസിക്കുന്നതിനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കൂർക്കം വലി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നാച്ചുറലായി കൂർക്കം വലി മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? 1. ലൂസ് വെയിറ്റ്, അമിതവണ്ണം കുറയ്ക്കുക, ഭാരം കുറയ്ക്കുക. അമിതവണ്ണം കുറയ്ക്കുന്നതിലൂടെ തന്നെ അവരുടെ കഴുത്തിന് ചുറ്റുമുള്ള ആ ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് കുറയുകയും ശ്വസനം ഈസിയായി വരികയും ചെയ്യും. കഴുത്തിന് ചുറ്റുമുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വസനത്തിന് യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇതുവഴി കൂർക്കം വലി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് ഒരു വശം ചരിഞ്ഞു കിടക്കുക. കൂടുതൽ ആളുകളും മലർന്നു കിടക്കുന്ന സമയത്താണ് കൂർക്കം വലിക്കുന്നത്. ചരിഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മുടെ എയർവേ പാസേജ് ക്ലിയർ ആയിരിക്കുകയും ബ്രീത്തിങ് ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യും. മലർന്നു കിടക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ നാവ് കുഴഞ്ഞു കിടക്കുകയും ആ ഒരു എയർവേക്ക് ബ്ലോക്കേജ് സംഭവിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർവേ തടസ്സപ്പെടുത്തുന്നത്. നേരെ മറിച്ച് നമ്മൾ ചരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ തലയുടെ ഭാഗം കുറച്ച് ഉയർത്തി വെക്കുക. ഒന്നെങ്കിൽ 2 or 3 പില്ലോ വെച്ച് കിടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ തലഭാഗം ഒരു 4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഷ്ടികയോ അല്ലെങ്കിൽ ഒരു മരക്കഷ്ണമോ വെച്ച് ഉയർത്തുക. ഇതുവഴി നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ തല ഉയർന്നിരിക്കുകയും കിടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മസിൽ ഡ്രോപ്പിംഗ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. മറ്റൊരു പോംവഴിയാണ് നേസൽ ട്രിപ്സ് അല്ലെങ്കിൽ നേസൽ ഡയലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നേസൽ ട്രിപ്സ് ആണെങ്കിൽ, നേസൽ ഡയലേറ്റേഴ്സ് ആണെങ്കിൽ ഫാർമസിയിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പോലും അവൈലബിൾ ആണ്. ഈ ഒരു നേസൽ സ്ട്രിപ്സ് അല്ലെങ്കിൽ നേസൽ ഡയലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നേസൽ പാസേജ്, നമ്മുടെ വായു കടന്നു പോകുന്ന ആ ഒരു വഴിക്ക് ഡയലേഷൻ സംഭവിക്കുകയും ഈസി ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും.
മറ്റൊരു കാര്യമാണ് സ്ഥിരമായി അലർജി ഉള്ള ഒരാളാണെങ്കിൽ അലർജിക്കുള്ള ട്രീറ്റ്മെന്റ് കറക്റ്റായി എടുക്കുക. കാരണം സ്ഥിരമായിട്ട് അലർജി ഉണ്ടെങ്കിൽ മൂക്കിനകത്ത് ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും മൂക്കടപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഉറങ്ങുന്ന സമയത്ത് ബ്രീത്തിങ്ങിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. പുകവലിയും മദ്യപാനവും നിർത്തുക. അതുപോലെ തന്നെ രാത്രിയിൽ മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു 2 അല്ലെങ്കിൽ 4 മണിക്കൂർ അടുപ്പിച്ച് ഒരിക്കലും മദ്യപിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമാണ് ഉറക്കം. ശരിയായ രീതിയിൽ ഉറക്കം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂർക്കം വലി അനുഭവപ്പെടാം. പകൽ സമയത്ത് വളരെ ടയേർഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ പകൽ സമയത്ത് ചെറിയ ഉറക്കം വരിക, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് അവർ ഉറങ്ങുന്ന നേരത്ത് കൂർക്കം വലി എന്തായാലും ഉണ്ടാവും. അപ്പൊ പകൽ സമയത്ത് ഉറക്കം വരിക അല്ലെങ്കിൽ ടയേർഡ് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും കുറച്ചൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് രാത്രിയിൽ അവരെ വളരെയധികം സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ത്രോട്ട് ഡ്രൈ ആയിരിക്കുകയും ഇത് കൂർക്കം വലി ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ടേമറിക് മിൽക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ചൂടുള്ള പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നത് സ്നോറി കുറച്ച് കൊണ്ടുവരാനായിട്ട്, കൂർക്കം വലി കുറച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ പുതിനയില ഇട്ട് വെച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ്. കൂർക്കം വലി കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പുതിനയില. കൂർക്കം വലി നമ്മുടെ ഉറക്കം മാത്രമല്ല കൂടെ കിടക്കുന്നവരുടെയും ഉറക്കം നശിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ ഉറക്കത്തെ ഇത് വളരെയധികം ബാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനൊരു ചികിത്സ തേടേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.